വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുവാൻ തക്കോണം കർത്താവ് വീണ്ടും ഒരു സാവകാശം ഒരുക്കി തന്നു. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും ആയുള്ളവർ എങ്ങനെയായിരിക്കണം. ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാമെന്ന് വ്രതമെടുത്തവരും വിശുദ്ധരായി തീർന്നവരും ആയവരെ എങ്ങനെ ഉള്ളവർ ആയിരിക്കണം, അവർക്ക് അവരുടെ രീതി എങ്ങനെയായിരിക്കണം, അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ഒരു വേദഭാഗമാണ് നമ്മളിന്ന് ഇവിടെ ചിന്തിക്കുന്നത്. നമുക്ക് കൊലോസി ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് വായിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി, കാരണം ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും ദൈവത്തിന് പ്രിയമുള്ളവരാണ്, പ്രിയന്മാരുമായി മനസ്സലിവ്, ഒന്ന് വേണ്ടത് മനസ്സലിവ്, താഴ്മ, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധരുമായുള്ളവർ എങ്ങനെയായി തീരണമെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സലിവുള്ളവരായിരിക്കണം, മറ്റുള്ളവരുടെ ഒരു മനസ്സലിവുണ്ടായിരിക്കണം, ദയയുണ്ടായിരിക്കണം, എല്ലാവരോടും ദയ കാണിക്കുന്നവരായിരിക്കണം, താഴ്മ ധരിക്കുന്നവരായിരിക്കണം, അവർക്കൊരിക്കലും അഹങ്കാരം ഉണ്ടാകാൻ പറ്റില്ല, താഴ്മ ധരിക്കുന്നവരായിരിക്കണം, സൗമ്യന്മാരായിരിക്കണം, സൗമ്യത, ദീർഘക്ഷമയുള്ളവരായിരിക്കണം, ദീർഘക്ഷമയും എന്നിവ ധരിക്കണം. എന്തൊക്കെയാണ് ധരിക്കേണ്ടത്? മനസ്സിലുണ്ടായിരിക്കണം, ദയ ഉണ്ടായിരിക്കണം, താഴ്മയുണ്ടായിരിക്കണം, സൗമ്യത ഉണ്ടായിരിക്കണം, ദീർഘക്ഷമ എന്നിവ ധരിക്കണം. കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. ഒരുവനോട് വഴക്കുണ്ടായാലും ക്ഷമിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം. ചെയ്യുവിൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. കർത്താവ് ക്ഷമിച്ചു, അതുകൊണ്ട് കർത്താവിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കണം, അങ്ങനെ തന്നെ നിങ്ങളും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ എന്ത് വേണമെന്ന് പറഞ്ഞ് സമ്പൂർണ്ണത ബന്ധമായ സ്നേഹം. അപ്പോൾ സമ്പൂർണത വേണ്ട ബന്ധം എന്ന് പറഞ്ഞ സ്നേഹമാണ്. സ്നേഹമില്ലാത്തടത്താണ് ക്ഷമയുണ്ടാകാത്തതും, സ്നേഹമില്ലാത്തടത്താണ് വൈരാഗ്യം ഉണ്ടാകുന്നതും, സ്നേഹമില്ലാത്തടത്താണ് സകല തിന്മകളും ഉണ്ടാകുന്നത്. സ്നേഹം ഉണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ല. അപ്പോൾ സ്നേഹം ധരിപ്പിൻ, സമ്മയുടെ എന്ന സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അപ്പോൾ സമാധാനം, ഈ ലോകത്ത് സമാധാനമില്ല, പക്ഷേ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവന് സമാധാനമുള്ളവരായി, സമാധാനം കിട്ടും. ക്രിസ്തുവിലായിത്തീരണം. അപ്പം ക്രിസ്തുവുമായി കഴിയുമ്പോൾ സമാധാനം ഉള്ളവനായി മാറും. അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കും. അതിനാണ് നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായി ഇരിപ്പിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാൽ തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയുപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൽ പാടിയും ഇങ്ങനെ ക്രിസ്തു യേശുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തു യേശുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടും കൂടി വസിക്കട്ടെ. അടുത്ത അവസാനം എഴുതിക്കുന്ന വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും അത് യേശുവിൻ്റെ നാമത്തിൽ ചെയ്ത് അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. അവൻ മുഖാന്തരം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ. അതാണ് മുഴുവന് ദൈവത്തിൻ്റെ വൃതന്മാരും പരിശുദ്ധരുമായുള്ളവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്കിവിടെ കാണുന്നു. കേട്ട വചനം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.